അങ്ങനെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ബസൂക്ക കണ്ടിരിക്കുകയാണ്. വലിയ ഹൈപ്പോ കാര്യങ്ങളോ ഈ പടത്തിനൊന്നും കൊടുത്തിട്ടില്ല, വലിയ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ ടീസറും ട്രെയിലറൊക്കെ ഗംഭീരമായിരുന്നു. എസ്പെഷ്യലി ടീസറിൻ്റെ ഒരു BGM ആ ഒരു കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. സോ പടം ആ ഒരു മൂഡ് തന്നെയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല എന്ന് ഞാൻ പറയാം. ഈ പടം നമ്മൾ ആ ഒരു വിചാരിക്കുന്ന ട്രാക്കിലേക്കേ അല്ല സാധനം പോകുന്നത്. സോ മൊത്തത്തിൽ എനിക്ക് പടം ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ആ ഒരു ഓക്കേഷ് ഫീലാന്ന് പറയാം. ഒരു ആവറേജ് മൂവി, ഒരു പ്രാവശ്യം കാണാൻ പറ്റിയ സംഭവമെല്ലാം ഉണ്ട്. സോ ഒരു സസ്പെൻസ് മൂവിയാണ്, ഒരു സസ്പെൻസ് വെച്ചിട്ടാണ് ഈ പടം പോകുന്നത്. അതുകൊണ്ട് ഈ സിനിമ നമ്മൾ ആ സസ്പെൻസ് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കണം. അങ്ങനത്തെ ഒരു മോഡാണ് ഈ സിനിമ എനിക്ക് സമ്മതിച്ചത്. സോ ഫസ്റ്റ് ഹാഫ് മൊത്തം ഈ സിനിമ എന്താ പറയുക ഭയങ്കര ലാഗി ഫസ്റ്റ് ഹാഫ് തന്നെയായിരുന്നു. എന്താ പറയുക റബ്ബർ ബാൻഡൊക്കെ വിളിച്ച് കിട്ടും പോലെ നമ്മളെ പേഷ്യൻസ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് ഹാഫ് തന്നെയായിരുന്നു. എനിക്ക് ഫസ്റ്റ് ഹാഫിന് ശരിക്കും നമ്മളെ പേഷ്യൻസ് നല്ലോണം പരീക്ഷിക്കും, അത് നിങ്ങൾക്ക് കണ്ടാൽ ശരിക്കും മനസ്സിലാവും. സോ അങ്ങനത്തെ മോഡായിരുന്നു ഫസ്റ്റ് ഹാഫ്. ഫസ്റ്റ് ഹാഫിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലും ഉണ്ട്. ബട്ട് അതൊക്കെ കണക്ട് ആകുന്നുണ്ടെങ്കിൽ അത് ഗെയിമിങ്ങിനെ പറ്റി കൂടുതൽ അറിയുന്നവരോ അതെങ്കിൽ ഗെയിമിനെ പറ്റി കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളവരോ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. കാരണം വെച്ചാൽ ഈ സിനിമ മൊത്തം അങ്ങനെ തന്നെയാണ്. ടോട്ടലി ഒരു നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗെയിമിംഗ് ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം കാണുന്ന ഒരു പടമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പടമാണ്. കാരണം അങ്ങനത്തെ ഒരു രീതിയിൽ സാധനം മേക്ക് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ ജോണറിൻ്റെ പുതിയൊരു ജോണറാണ്, ഒരു ഗെയിം ത്രിൽ എന്ന് പറഞ്ഞിട്ട് ജോണർ. സോ അത് നല്ല ഡീസൻ്റ് ആയിട്ട് ഡീനോ ഡെന്നീസ് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുതിയ ഡയറക്ടറാണെന്ന് തോന്നുന്നു. നമുക്ക് പുതിയ ഡയറക്ടേഴ്സിന് നല്ല ചാൻസും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പുതിയൊരു ഗെയിം ത്രില്ലർ ജോണർ മൂപ്പര് ട്രൈ ഔട്ടും ചെയ്തു. അത് നല്ല ഗംഭീരൻ്റെ മൂപ്പര് ചെയ്തു വേണമെങ്കിൽ പറയാം. നല്ല വൃത്തിക്കാൻ ചെയ്യുന്നുണ്ട്. മമ്മൂക്ക ഈസ് ഓൾവേസ് മമ്മൂക്ക. മൂപ്പര സ്റ്റൈലിഷ് പാക്ഡ് ആയിട്ടുള്ള നിങ്ങൾ ടീസറും ട്രailer തന്നെ കണ്ടിട്ടുണ്ടാവും. അതന്നെ ഫുൾ സംഭവം ഭയങ്കര സ്റ്റൈലും കാര്യങ്ങളാണ്. അത് പിന്നെയും പറഞ്ഞ് ബോറടിച്ചു. എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്. സോ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒരു സ്റ്റൈലിഷ് ആയി മൂപ്പര ആ ഒരു സ്വാഗ് കാര്യങ്ങളൊക്കെ ഒരേ പൊളിയാണ്. സോ മമ്മൂക്ക ഫാൻസ് ഈ സിനിമ നല്ല ഇങ്ങനെ ആസ്വദിക്കാനുള്ള കാര്യങ്ങളിലും ഉണ്ട്, നല്ല ഇങ്ങനെ എൻജോയ്മെൻറ്റ് ചെയ്യാനുള്ള കാര്യമുണ്ട്. ബട്ട് ഫുള്ളി ഒരു മാസ് മസാല ഇടിപ്പടം അങ്ങനത്തെ സാധനമൊന്നുമില്ല. ആക്ഷൻ ത്രില്ലർ മൂവിയോ അങ്ങനത്തെ ഒന്നുമില്ല. ആക്ഷനൊക്കെ ഉണ്ട്. ബട്ട് എന്താ പറയുക, നിങ്ങൾ വിചാരിക്കുന്ന സംഭവം എന്നല്ല ഈ പടത്തിൽ പറഞ്ഞു പോകുന്നത്. ഒരു ഗെയിമിംഗ് ആണ്. സോ ഒരു ഗെയിമിംഗ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ, ആ ഒരു സാധനം കൂടി ഇന്റർലിങ്ക് ആയിട്ടാണ് ഈ സിനിമ പോകുന്നത്. മൊത്തത്തിൽ ആ ഗെയിമിംഗ് ജോണറില്ലേ അതിൻ്റെ ഒരു സെറ്റപ്പാണ്. അതിനെപ്പറ്റി കൂടുതൽ പറയാൻ പറ്റില്ല, സ്പോയിലർ ആകും. സോ പടം തുടങ്ങാൻ തന്നെ ഷൈം ടൗൺ ചാക്കാനെല്ലാം കാണിച്ചുകൊണ്ടാണ്. മൂപ്പരൊന്ന് ജസ്റ്റ് മുഖം 2-3 പ്രാവശ്യം മുഖം കാണിക്കുന്നതേ ഉള്ളൂ. ബട്ട് ഒരു സെക്കൻഡ് സംഭവം ഉണ്ട് മൂപ്പരെ, അത് പൊളിയായിരുന്നു. ആൻഡ് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് പറയാനുള്ള ഈ സിനിമയെ പറ്റിയുള്ള BGM-ആണ്. ഇതിനകത്ത് കൊടുക്കുന്ന BGM-ൻ്റെ ഒരു ലെവൽ എന്ന് പറയുമ്പോൾ ഒരു രക്ഷാ സാധനം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സിനിമ തുടങ്ങിയിട്ടൊരു എയർപോർട്ടിൽ സീക്വൻസ് ഉണ്ട്, അതിൽ തന്നെ ഒരു BGM കേട്ടാൽ മനസ്സിലാവും സിനിമയുടെ ലെവൽ. എജ്ജാതി BGM മാറി. ആ ഒരു BGM ശരിക്കും പറഞ്ഞാൽ കുറേ ഡൗൺ ആയ സീക്വൻസൊക്കെ കുറേ രീതിക്ക് എലിവേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എലിവേഷൻ വേണ്ടാത്ത സീക്വൻസിന് വരെ ഇവർ BGM ഇട്ട് തള്ളുന്നുണ്ട്. സോ അത് കേൾക്കാൻ തന്നെ രസമുണ്ട്. തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ ഒരു BGM ഇട്ട് ഒരു പരിപാടി ഉണ്ട്. മറ്റേ ട്രെയിലർ ടീസറിലും കാണിച്ചൊരു BGM ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ തിയേറ്ററിൽ ഭയങ്കര രസമുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. സോ പിന്നെ ഫസ്റ്റ് ഹാഫ് ഒക്കെ ഭയങ്കര ഷോക്ക് തന്നെയാണ്. ഇനിയിപ്പോൾ സെക്കൻഡ് ഹാഫ് ഒന്ന് കുറച്ച് അങ്ങോട്ട് കടന്നപ്പോഴാണ് പടം കുറച്ചും കൂടി ഒരു ഗ്രിപ്പിംഗ് ആവുന്നത്. ഒന്ന് നമ്മളൊന്ന് ഹുക്ക് ചെയ്യിപ്പിക്കുന്നത് സെക്കൻഡ് ഹാഫ് കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോൾ. പിന്നെ എനിക്ക് പടത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഒരു ഇൻറ്റൻസിങ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ആ പടത്തിൻ്റെ ലാസ്റ്റ് പോർഷനാണ്. ഒരു 25-30 മിനിറ്റ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, അതിനെപ്പറ്റി ഗംഭീരമൊന്നും വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇതെന്താ ഇങ്ങനെയാണ് വേണമെങ്കിൽ ചിന്തിച്ചു പോകുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ്. അത് അതൊരു ഭയങ്കര സ്പോയിലർ ആയിട്ടുള്ള സംഭവം. ഒരു സസ്പെൻസ് റിവീലിംഗ് ആണ് സെക്കൻഡ് ഹാഫിൽ നടക്കുന്നത്. സോ ആ സംഭവം കാണാൻ നിങ്ങൾക്ക് മനസ്സിലായി. ഫസ്റ്റ് ഹാഫിൽ എന്താ ഈ സാധനങ്ങളിൽ നിങ്ങൾ കാണിച്ചിട്ട് നീട്ടി വിളിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് ആ ഒരു റിവീലിംഗ് സംഭവം കണ്ടാൽ മനസ്സിലാവും. സോ അതുവരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ആ ലാസ്റ്റ് 30 മിനിറ്റ്സ് എത്തുന്നവരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. എനിക്ക് സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റിയാണ് കൂടുതൽ പറയാനുള്ളത്. അത് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെടും. ചിലവർ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ. സത്യം പറഞ്ഞാൽ എൻ്റെ അപ്പുറത്ത് ഇരിക്കുന്ന ചേട്ടന്മാരിലുണ്ടായിരുന്നു, അവരെല്ലാം ഭയങ്കര ഇങ്ങനെ കോരിത്തെരിപ്പായിരുന്നു ആ സീക്വൻസ് എല്ലാം വരുമ്പോൾ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതെന്താ ഇങ്ങനെ രീതിയിലേക്ക് ആയിപ്പോയി. ഞാനും അങ്ങനെ തന്നെ ആയിപ്പോയി. ഒരു ക്രേസി ആയിട്ടുള്ളൊരു ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ ആ ഒരു ഗെയിമിംഗ് സംഭവങ്ങളൊക്കെ കറക്റ്റ് ആക്കിയിട്ട് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് കുറച്ചും കൂടി അത് സാധനം ഹുക്കാകുള്ളൂ. സോ എനിക്ക് ഈ ഗെയിമിംഗ് കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ളതിനെ കൊണ്ട് ഞാൻ സാധനം ഭയങ്കര ഇങ്ങനെ ഹുക്കായി സാധനം. ബാക്കി ഇപ്പോൾ നമ്മളെ ഈ മുതിർന്ന ആൾക്കാരെല്ലാം കാണുവാണെങ്കിൽ ഇതെന്താ ഇങ്ങനത്തെ ഒരു കോമാളിത്തരം നല്ല ചിന്തിച്ച പോലെ രീതിയിലേക്കുള്ള സംഭവങ്ങളായിരിക്കും. സോ അതിന് കൊടുത്തൊരു BGM ഒരു രക്ഷയില്ല. പിന്നെ ആ റിവീലേഷൻ പരിപാടിയൊക്കെ അടിപൊളി തന്നെ ആയിട്ട് ഫീൽ ചെയ്തു. ഈ ഒരു സിനിമേൻ്റെ മെയിൻ കോർ അല്ലെങ്കിൽ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 30 മിനിറ്റ്സ് തന്നെ ആയിരിക്കും. അത് ഉറപ്പാണ്. ആ സീക്വൻസിന് മാത്രമേ തിയേറ്ററിൽ പൈസ കൊടുത്ത് എനിക്ക് കാര്യമായിട്ട് തോന്നിയിട്ടുള്ളൂ. ഈ സിനിമ ഒരു 89% ഫുള്ള് ഒരു ഇൻവെസ്റ്റിഗേഷൻ മുള്ളാന്ന് പോകുന്നത്. ഗൗതം മേനോൻ ഉണ്ട്. ഗൗതം മേനോൻ്റെ എൻട്രിയൊക്കെ ഗംഭീരാട്ടോ. അതിന് കൊടുത്ത BGM ഒക്കെ ഒരു രക്ഷയില്ല. എന്താ പറയുക, ഫസ്റ്റ് ഹാഫിൽ ഉടനീളം ഗൗതം മേനോനും മൂപ്പര് ടീമൊക്കെ ഉണ്ട്. ടീം എന്ന് പറയുമ്പോൾ ഒരു ചടച്ച ടീം എന്നാണ് പറയാം. എന്താ വെച്ചാൽ ടീം എന്ന് പറയുമ്പോൾ തന്നെ ഒരു സുഖമില്ലാത്ത ടീമാണ്. ഗൗതം മേനോൻ ഒഴിച്ച് ബാക്കി എല്ലാ പോലീസ് ഓഫീസറുണ്ട് മൂപ്പരൊപ്പം നടക്കുന്നത്. അതൊക്കെ അയ്യോ വേണ്ടായിരുന്നു എന്ന് തോന്നി. ഇപ്പോൾ വേറെ എന്തെങ്കിലും കാസ്റ്റിംഗ് മതി. സിദ്ധാർത്ഥ വരൻ ഉണ്ട് അതിനകത്ത്. സിദ്ധാർത്ഥ വരനൊക്കെ പോലീസ് വേഷമായിട്ട് ഒരു കോണമില്ല. ഇതിന് കാര്യം പറയാം. മൂപ്പരെ പകരം വേറെ ആരെങ്കിലും കാസ്റ്റ് ചെയ്താൽ മതി. ഒരു കോണം ഉണ്ടായിട്ടില്ല. സോ ഗൗതം മേനോൻ പൊളിച്ചിട്ടുണ്ട്. മൂപ്പരെ അറിയില്ല, മൂപ്പര് എപ്പോഴും പോലെ തന്നെ എല്ലാ സിനിമയിലും ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും. ഒരു സീരിയസ് മോഡിലായിരിക്കും മൂപ്പര് മുകളിൽ ഉണ്ടാവും. അതേപോലെ തന്നെ ഇതിനകത്ത് തന്നെ പോലീസ് ഓഫീസർ മൂപ്പര് ഗംഭീരം തന്നെ ചെയ്തിട്ടുണ്ട്. ഗൗതം മേനോൻ നമുക്ക് രണ്ടാൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. രണ്ടാളും ഭയങ്കര ഇന്റർ ആയിട്ടാണ് ഈ സിനിമ കാണിച്ചുകൊണ്ട് പോകുന്നത്. സോ ഫുള്ളി ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിൽ പോയി സെക്കൻഡ് ഹാഫ് അതേ രീതിയിൽ പോയി പിന്നെ ഒരു റിവീലേഷൻ പരിപാടി നടത്തി ആ ജോണർ ഫുള്ളായിട്ട് നല്ല ഡിഫൈൻ ചെയ്ത പോലെ എനിക്ക് തോന്നി. ആ ലാസ്റ്റ് 30 മിനിറ്റ്സ് ഒരു രക്ഷയുണ്ടായിട്ടില്ല. സത്യം എനിക്ക് ഒരേ സമയം രോമാഞ്ചവും ചിരിയും വന്ന സീക്വൻസ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് ഒന്നല്ല ഗൈസ് 2 ക്യാമിയോസ് ഉണ്ട്.
ഒരു ക്യാമിയോ ഓൾറെഡി റിവീൽ ആയതാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, വേറെ ആരും അല്ല, നമ്മളെ ആറാട്ടനാണ്. മൂപ്പരനെ അത് മൈക്കും പിടിച്ചാൽ വരുന്ന ആൾക്കാരത്ത് മൂപ്പരനെ അവർ പറഞ്ഞ് റിവീൽ ആക്കിയിട്ടുണ്ടായിരുന്നു. സോ അതൊരു സ്പോയിലറോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പോൾ അതൊരു സാധനം തന്നെയാണ്. അത് എപ്പോൾ വരുന്നത് എന്തായാലും ഞാനൊന്നും പറയില്ല. അതൊരു ഗംഭീര സാധനമാണ്. അത് ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ ഓളാക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു ക്യാമിയോ. ഒരു രക്ഷയുണ്ടായിട്ടില്ല. ആ സീൻ കാണുമ്പോൾ രോമാഞ്ചം ചിരി ഒരുമിച്ച് വന്നിരുന്നു. തിയേറ്ററൊക്കെ പൂരപ്പറമ്പാക്കിയ സീക്വൻസ് ആയിരുന്നു അതൊക്കെ. പിന്നെ രണ്ടാമത്തെ ക്യാമിയോ ഒന്നും പറയുന്നില്ല. അതെല്ലാവരും റൂമേഴ്സും കാര്യങ്ങളും ഈ സിനിമയെ പറ്റി പറഞ്ഞപ്പം തന്നെ ഇങ്ങനെ പേര് വന്ന ഒരു ക്യാമിയോ തന്നെയാണ്. സോ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. സോ മൊത്തത്തിൽ പടം നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് മൂവിയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തുള്ളൂ. തിയേറ്ററിൽ വൺ ടൈം വാച്ച് ചെയ്യാനുള്ള ഒരു സംഭവമുണ്ട്, എസ്പെഷ്യലി ലാസ്റ്റ് ആ 30 മിനിറ്റ്സ്. അത് മാത്രമേ കാര്യമായിട്ടുള്ള സംഭവമായിട്ട് തോന്നില്ല. ബാക്കിയെല്ലാം നമ്മളിങ്ങനെ ആ ഒരു സസ്പെൻസ് വരെ വെയിറ്റ് നമ്മളിങ്ങനെ ലാഗ് ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നി. പിന്നെ ഗെയിമിങ്ങിൻ്റെ ഉള്ളതിനെ കൊണ്ടാണ് എനിക്ക് കുറച്ചും കൂടി ബോറടിക്കാണ്ടുന്നത്. ഗെയിമിങ്ങിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളവരോ കൂടുതൽ അറിയുന്ന ആൾക്കാരായിട്ട് ഉണ്ടെങ്കിൽ ഈ സിനിമ കാണുമ്പോൾ നല്ല ഇങ്ങനെ കണക്ട് ആവും. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതിനെ കൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ നല്ല ഇങ്ങനെ കണക്ട് ആയി അതിനെപ്പറ്റി പറഞ്ഞു പോകുമ്പോൾ തന്നെ. സോ അവരൊക്കെ കൂടുതൽ കണക്ട് ആവും. ബാക്കിയുള്ളവർക്ക് നല്ല ഇങ്ങനെ ബോറടിക്കുന്നതാണ് തോന്നുന്നു ഈ സിനിമ കാണുമ്പോൾ. സോ അത്ര പറയാനുള്ള ഒരു ഓക്കേഷ് മൂവി. നമുക്ക് മറ്റൊരു കിടിലൻ ജോറനെ തിരഞ്ഞെടുത്തെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ കണ്ടിട്ട് തന്നെ തിയേറ്ററിൽ നിന്ന് വാച്ച് ചെയ്ത് നോക്കുക.